ഈ ഒരാഴ്ചക്കുള്ളിൽ അവക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഏതായാലും നമ്മൾ ഇത്രയും ക്ഷമിച്ചില്ല ശ്രീനി. ഒരു 7 ദിവസം കൂടി ദത്തിന് കൊടുക്കാം. ഇയാൾക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിട്ടല്ലേ ഇത് പറഞ്ഞത്. എനിക്ക് നല്ല വിശ്വാസം. യു മേ പ്രൊസീഡ് മാൻ. താങ്ക് യു ഡോക്ടർ. സർ. പഠിച്ച കള്ളനാ ഇവൻ. പിന്നെ അയാളെ വെറുതെ വിട്ടെ. എവിടം വരെ പറക്കുമെന്നറിയണമല്ലോ. ഡോക്ടർ കാണിച്ചതാണ് ബുദ്ധി. നമുക്ക് അയാളെ സംശയമുണ്ടെന്ന് തോന്നിയ അയാളെ റൂട്ട് മാറ്റി പുതിയ കളികൾ കളിക്കും. ഇതിപ്പോ അയാളുടെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാ. ഐ മീൻ SI ശരവണന്റെ കയ്യിൽ. എന്നോട് ആലോചിക്കാതെ അയാൾ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ ആദിത്യന്റെ ഓരോ മൂവ്മെന്റ്സും അയാളുടെ അറിവോടെയാണെന്ന്. അവൻ എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞേ? വീട്ടിലുണ്ടെന്ന് അല്ലേ? അവൻ കോട്ടയത്ത് പോയതും സൈബർ സെല്ല് വഴി അത് അറിഞ്ഞതും അയാൾ എന്തിനാ ഒളിച്ചു വെച്ചത്? സിൻസിയർ അല്ലാത്തത് കൊണ്ട്. അതാണ്. അയാൾക്ക് കമ്മിറ്റ്മെന്റ് അവനോടായതുകൊണ്ട്. ഇത് ഏത് കൊച്ചിനും മനസ്സിലാവില്ലേ? എന്താ ശ്രീനൊന്നും പറയത്തെ? ഇപ്പോഴും അയാൾ വിശ്വസ്തനാണെന്ന് തോന്നുന്നുണ്ടോ? ആദിത്യനല്ല, ഇനി ശരവണൻ വാച്ച് ചെയ്യേണ്ടത് ഈ ദത്തനെയാ. അതൊക്കെ ഡോക്ടർ എനിക്ക് വിട്ടേക്ക്. നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് നേരിട്ട് ബോധ്യപ്പെടാനാ അയാളെ വിളിച്ചു വരുത്താൻ ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് ബോധ്യപ്പെടാനൊന്നുമല്ല. ഉമാദത്തൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. പൂജയെ കണ്ടെത്താനല്ല, ആദിയെ രക്ഷിക്കാനാണ് അയാൾ ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നത്. കൂട്ടത്തിൽ കിടക്കുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ രാപ്പനി ആരറിയാന്? നിങ്ങൾ ബേജാറാവണ്ട, ഏത് പനിക്കുള്ള മരുന്നും എന്റെ കയ്യിലുണ്ട്. മോനെ ഇറങ്ങിയാട്ടെ. വാ വാ. അതെ, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നാളെ തന്നെ ധൈര്യമായിട്ട് പെങ്കൊച്ചിനെ വിളിച്ചു നിങ്ങൾ പോരെ. എന്തിനും ഏതിനും ഞങ്ങളുണ്ടാവും കൂടെ കട്ടക്ക്. ഇല്ല ചേ? പിന്നല്ല.